ഉപയോഗം കഴിഞ്ഞ തുണിയും പേപ്പറുകളും ശേഖരിച്ച 1000 പേപ്പർ ബാഗുകളും തുണിസഞ്ചികളും നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്ത് മാലിന്യ സംസ്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേറിട്ട മാതൃക തീർക്കുകയാണ് ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ്. ഇവർ നിർമ്മിച്ച പേപ്പർ ബാഗുകളുടെയും തുണിസഞ്ചികളുടെയും വിതരണോദ്ഘാടനം കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഒ ജ്യോതിഷ് നിർവഹിച്ചു. ഉപയോഗം കഴിഞ്ഞ തുണികളും പേപ്പറുകളും ശേഖരിച്ച് 1000 പേപ്പർ ബാഗുകളും തുണിസഞ്ചികളും നിർമ്മിച്ച് സൗജന്യമായി വിതരണം ചെയ്ത് മാലിന്യ സംസ്കരണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും വേറിട്ട മാതൃക തീർക്കുകയാണ് ചെറുവാടി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. പേപ്പർ തരൂ, സാരി തരൂ, സഞ്ചി തരാം എന്ന് പ്രചരണം നടത്തിയാണ് വിദ്യാർത്ഥികൾ തുണിയും പേപ്പറും ശേഖരിച്ചത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് മുക്കം മേഖലാ കമ്മിറ്റി ഇതേ ആവശ്യത്തിനു വേണ്ടി ശേഖരിച്ച തുണികൾ കൂടി NSS യൂണിറ്റിന് കൈമാറി. തുണിസഞ്ചികളുടെ നിർമ്മാണത്തിന് 2ാം വർഷ വളണ്ടിയർമാർക്ക് തയ്യൽ പരിശീലനം നൽകിയിരുന്നു. സബ് ജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ 1ാം സ്ഥാനം നേടിയ കെ ശ്രീനന്ദ പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനവും നൽകി. പേപ്പർ ബാഗുകളുടെയും തുണിസഞ്ചികളുടെയും വിതരണോദ്ഘാടനം കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ പ്രോഗ്രാം ഓഫീസർ ഒ ജ്യോതിഷ് നിർവഹിച്ചു. തുണിസഞ്ചികൾ വ്യാപാരി വ്യവസായി സമിതി ചെറുവാടി യൂണിറ്റ് പ്രസിഡന്റ് ഷബീർ ചെറുവാടിയും പേപ്പർ ബാഗുകൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുവാടി യൂണിറ്റ് പ്രസിഡന്റ് പള്ളിത്തൊടിക ചെറിയ മുഹമ്മദും ഏറ്റുവാങ്ങി. സ്കൂൾ പ്രിൻസിപ്പൽ ഷക്കീബ് കീലത്ത് ചടങ്ങിൽ അധ്യക്ഷനായി. NSS പ്രോഗ്രാം ഓഫീസർ യു സുജിത്ത് പദ്ധതി വിശദീകരണം നടത്തി. ഹരിതകർമ്മസേന പ്രവർത്തകരായ സരോജിനി, റസീന, NSS വോളണ്ടിയർ ലീഡർ ഷഹബാസ് അമൻ, ടി അഞ്ജന തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏറ്റവും കൂടുതൽ തുണിസഞ്ചികൾ അപ്സൈക്കിൾ ചെയ്തെടുത്ത വോളണ്ടിയർമാരായ MT കാർത്തിക്, ബാസിർ ഖാൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംസ്ഥാന NSS ആസൂത്രണം ചെയ്ത ടീൻ ഫോർ ഗ്രീൻ എന്ന പദ്ധതിയിലൂടെ ഓരോ വീടുകളിലും വരുന്ന വ്യത്യസ്തമായ വേസ്റ്റുകൾ കുട്ടികൾ തരംതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നുണ്ട്. ഇതിൽ പ്ലാസ്റ്റിക് കവറുകൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്യാൻ NSS യൂണിറ്റിനെ പ്രേരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.